ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഒരു കുട്ടിക്കാര്യം പറയാൻ വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ടുള്ളൊരു ട്രിപ്പ് പോകാൻ വിചാരിച്ചു. കുറേയൊക്കെ നമ്മൾ ചർച്ച ചെയ്യും ട്രിപ്പ് പോകേണ്ട. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള മെസ്സേജൊക്കെ അയച്ച് ഇന്ന സ്ഥലത്ത് പോകണം, ഇങ്ങനെ പോകണം, അങ്ങനെ പോകണം എന്നൊക്കെ പറയേ ഉള്ളൂ. നമ്മളാരും പോകത്തുണ്ടാവില്ല. കാരണം നമ്മളങ്ങനെയാണ്, ഗേൾസ് അങ്ങനെയാണ്. ചില സമയത്ത് നമുക്ക് തീരുമാനിക്കാൻ കുറേ ടൈം എടുക്കും. കാരണം പോകണമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എന്താക്കും, കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. ഇനി പൈസയുള്ള സമയത്താണെങ്കിലോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പം ഞങ്ങളെന്ന് പറയുന്നത്, ഈ ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടപ്പേന്ന് പറഞ്ഞെടുത്ത ട്രിപ്പാണ്. അതിന് തലേ ദിവസം പറഞ്ഞ് പോകാം, ഓക്കെ, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത്ര സമയത്ത് ഇവിടെ എത്തണം, നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാമെന്നൊക്കെ ആയിരുന്നു തീരുമാനം. പക്ഷേ നമ്മളവിടെ എത്തി, ബസ് കണ്ട് വയനാട്ടിലേക്കുള്ള ബസ് കയറി. വയനാടാണ് നമ്മൾ ഓൾറെഡി വെച്ച സ്ഥലം. അപ്പോൾ വയനാട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എവിടെ ഇറങ്ങണം, എങ്ങനെ പോകണം എന്നൊന്നും തീരുമാനമില്ലായിരുന്നു നമുക്ക്. അത് പക്ഷേ നമുക്ക് തന്നെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് പാർട്ടാണ് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലെ അൺഎക്സ്പെക്റ്റഡ് പാർട്ടാണ് ഈ ട്രിപ്പ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടിയാണ്. കാരണം ഒരു പ്ലാനും ഇല്ല, പ്ലാനില്ലാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടാണ്, അപ്പം നമ്മൾ ബസ് കയറിയിട്ട്, ഇപ്പം ഞങ്ങൾ തൊട്ടിൽപ്പാലത്തിൽ ബസ് കയറിയിട്ട് നേരെ മാനന്തവാടിക്കുള്ള ബസ്സാണ്. ലാസ്റ്റ് സ്റ്റോപ്പ് മാനന്തവാടിയാണ്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷമാണ് ബാക്കി നമ്മൾ തീരുമാനിക്കുന്നത് എവിടത്തേക്ക് പോകണം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ്. ഞങ്ങൾ ആരും ഒരു അൺഹാപ്പി ആയിട്ടുള്ളൊരു ട്രിപ്പല്ല, ഹാപ്പി ആയിട്ടുള്ളൊരു ട്രിപ്പ് ആൻഡ് എൻഡിങ് ആയിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പ്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് പോവാം. നിങ്ങൾക്ക് എവിടെ പോന്നു, എങ്ങനെ പോന്നു എന്നല്ല, നമ്മുടെ കൂടെ ആരാണ് ട്രിപ്പിനുള്ളത്, അവരെങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിന് വേണ്ടതും. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാനും നോക്കുക ആ ട്രിപ്പിൽ കൂടുതലായിട്ടും. അപ്പോൾ നിങ്ങളും ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.